എന്താണ് വസുപഞ്ചക ദോഷം? അതിന് ലളിതമായ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം? വസുപഞ്ചക ദോഷത്തെ ഭയപ്പെടേണ്ടതുണ്ട്? ഇന്ന് ഒട്ടേറെ പേർ ചോദിക്കുന്ന ചോദ്യമാണിത്. അവിട്ടത്തിൻ്റെ 2ാം പകുതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ മരണം സംഭവിച്ചാൽ അതിനെ വസുപഞ്ചക ദോഷം എന്ന് പറയുവാൻ കഴിയുകയില്ല. അവിട്ടം 2ാം പകുതി, ചൊവ്വാഴ്ച, ഏകാദശി, വൃശ്ചിക ലഗ്നം എന്നിവ ചേർന്ന് വന്നാലേ അവിട്ടം നക്ഷത്രത്തിൽ മരിച്ചാൽ ദോഷമുള്ളൂ. ചതയം, ബുധനാഴ്ച, ദ്വാദശി തിഥി, ധനുലഗ്നം ഇവ ഒത്തുചേർന്ന് വന്നാലേ ചതയം നക്ഷത്രത്തിൽ മരിച്ചാൽ ദോഷമുള്ളൂ. പൂരുരുട്ടാതി, വ്യാഴാഴ്ച, ത്രയോദശി, മകരലഗ്നം ഇവ ഒത്തുചേർന്ന് വന്നാലേ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ മരിച്ചാൽ ദോഷമുള്ളൂ. ഉത്രട്ടാതി, വെള്ളിയാഴ്ച, ചതുർദശി, കുംഭലഗ്നം ഇവ ഒത്തുചേർന്ന് വന്നാലേ ഉത്രട്ടാതി നക്ഷത്രത്തിൽ മരിച്ചാൽ ദോഷമുള്ളൂ. രേവതി, ശനിയാഴ്ച, വാവ്, മീനലഗ്നം ഇവ ഒത്തുചേർന്ന് വന്നാലേ രേവതി നക്ഷത്രത്തിൽ മരിച്ചാൽ ദോഷമുള്ളൂ. ഇപ്രകാരം മുകളിൽ പറഞ്ഞ ചേർച്ചകൾ ഒത്തുവന്നാൽ മരണദോഷം പറയാം. മരണലഗ്നം സ്ഥിരരാശിയാണെങ്കിൽ മാത്രമേ കഠിനമായ ദോഷങ്ങൾ പറയുവാൻ കഴിയുള്ളൂ. ഇങ്ങനെ വന്നാൽ കുടുംബാംഗങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് വൻ ചിലവുകളില്ലാതെ ലളിതമായ പരിഹാര ക്രിയകളിലൂടെ ഈ ദോഷത്തിൽ നിന്നും മുക്തി നേടുവാൻ കഴിയും.